അനിൽകുമാർ പണ്ടാലക്കുടി ചേരുകയാണ്. നമസ്കാരം സർ. ഇതിപ്പോൾ കോഴിക്കോടെന്ന് മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വർഷങ്ങൾ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിലൊക്കെ പിന്നെയും എങ്ങനെയാണ് ഈ ലൈസൻസ് പുതുക്കി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ഒരു പണം നൽകിക്കൊണ്ടൊക്കെ ഉള്ള ഒരു നടപടിയിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നതെന്ന് കരുതുന്നു. അങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള കുറേ സാധാരണക്കാരായ ജീവനുകളാണ് നഷ്ടമാകുന്നത്. ഇതൊക്കെ എല്ലാ കോർപ്പറേഷനിലും ഉള്ളതാണ്. ഇതിന്റെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ നോൺ യൂസബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ്. അതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന് അവിടെ അത് ഡിക്ലെയർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. തെറ്റാണോ ഇൻഫർമേഷൻ എന്നുള്ള അറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും കോർപ്പറേഷന്റെ അവരുടെ ചുമതലയാണ്. അത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതൊന്ന് ഞാൻ ഒന്നിടപെട്ടോട്ടെ. അതായത് നമ്മളോട് മേയർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് പൊളിക്കാൻ വെച്ചിരുന്ന കെട്ടിടങ്ങൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം തന്നെയാണ്, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇതൊരു അപകടാവസ്ഥയിൽ ആണ് എന്നുള്ളൊരു അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ഇതിന് വീണ്ടും ഫിറ്റ്നസ് നൽകി എന്നുള്ളതാണ് മേയർ പറഞ്ഞത്. അത് വളരെ വിചിത്രമായിരിക്കുന്നു. കാരണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പുള്ളപ്പ് ചെയ്യണം എന്നുള്ള യാതൊരു സംശയമില്ല. അത് ആ കെട്ടിടം ഒരിക്കലും, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഉപയോഗയോഗ്യമല്ല എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് പിന്നെ പെർമിറ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതാരും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ കോർപ്പറേഷന്റെ ഒക്കെ എംപ്ലോയീസ് അതുവഴിയൊക്കെ നടക്കുന്നതാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണല്ലോ. അവര് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആ റിപ്പോർട്ട് നടപ്പാക്കണം. ഇപ്പൊ ഇന്നിപ്പോ കണ്ണീരൊടുക്കിയിട്ട് കാര്യമില്ല. അവിടെ ദിവസവും കാണുന്നവർ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതിന്റെ ആക്ഷൻ അപ്പോഴപ്പോഴും എടുപ്പിക്കണമായിരുന്നു. അല്ലാതെ ഇതിപ്പോ ഞാൻ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു പർട്ടിക്കുലർ ഒരു ട്രാഫിക് പോലീസുകാരൻ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു ട്രാഫിക് വയലേഷൻ റാഷായിട്ട് ഓടിച്ചു പോകുന്നവരെ ഞാൻ കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാണ് എന്റെ ജോലി അതല്ല, അത് വേറെ ആള് നോക്കിക്കോളും എന്ന് പറയുന്നത് പോലാണ്. ഇത് തെറ്റാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ കാരണമാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കോട്ടയത്ത് തന്നെയാണല്ലോ സംഭവിച്ചത്. കോട്ടയത്തും ഇതുപോലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാണ് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായത്. പിന്നെ രണ്ടാമത്, ഈ പൊതുജനങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിഫറൻസ്, ഇത് നമ്മളും ഇത് മാറ്റണം. ഇത് കോർപ്പറേഷൻ അധികൃതർ ഇങ്ങനാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഭയങ്കരമായ വീഴ്ചയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എസ്പെഷ്യലി പെർമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുകയും വേണ്ട. അത് ഈ കോർപ്പറേഷനിൽ തന്നെ ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇതിൽ ലൈസൻസ് പുതുക്കി നൽകിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ കാണിച്ചത് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. ഇതിനകത്ത് ഇതില് ഇപ്പൊ നമ്മളിതൊക്കെ അഭ്യൂഹങ്ങൾ ആണ് ഇതൊക്കെ പറയുന്നത്, ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. ഇതില് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. എനിക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് അറിയാം ഇതുപോലെ 2-3 കെട്ടിടങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് അറിയാം. അവിടെ ഉള്ള ഈ ലോക്കൽ ഗുണ്ടകളും ഒക്കെ ഉപയോഗിക്കുന്ന താവളങ്ങളായി മാറും ഇത്. അപ്പൊ അവരാണ് ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരാണ് ഇതിന് പെർമിറ്റ് കൊടുത്തതെന്നുള്ളതും അവിടെ കിടന്നുറങ്ങാനായിട്ട് അനുവദിച്ചതെന്നുള്ളത് അത് കോർഡൺ ഓഫ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ടും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടും പിന്നെ ഇങ്ങനെയുള്ള ഈ അണ്ടർവേൾഡ് റിക്വയർമെന്റ്സും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് കോർഡൺ ഓഫ് ചെയ്ത് സീൽ ചെയ്യണം. പിന്നെ അതിനകത്ത് ആരും കയറാത്ത രീതിയിൽ അതാണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും വീഴ്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. പെർമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയുകയും വേണ്ട. ആ പെർമിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനെ പുള്ളപ്പ് ചെയ്യണം. അത് തന്നെയാണ്. എന്തായാലും ഇതിലൊരു നടപടി ഇത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥയാണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. വളരെ നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.